ഹലോ എവ്രി വൺ. അപ്പം നമ്മുടെ 6th സെമ്മിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ക്ലബിംഗ് ഓഫ് ഇൻകം? എന്താ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് അസസി ഉണ്ട് അല്ലേ. അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അസസിയാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ടാക്സ് പേ ചെയ്യേണ്ട ആ ഒരു പേഴ്സണെ ാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസസി എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് അസസിക്ക് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അസസിയുടെ ടോട്ടൽ ഇൻകം നമ്മൾ കാണണം. ടോട്ടൽ ഇൻകത്തിൻ്റെ മേലെയാണല്ലോ നമ്മൾ എത്ര ടാക്സ് പേ ചെയ്യണമെന്ന് പറയുക. അപ്പോൾ ആ ഒരു ടോട്ടൽ ഇൻകം കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു അസസിയുടെ ഇൻകത്തിൻ്റെ പുറമെ വേറെ ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ ഇൻകം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു അസസിക്ക് ഒരു മൈനർ ചൈൽഡ് ഉണ്ട്. ആ മൈനർ ചൈൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മൈനർ ചൈൽഡിന് എന്ത് ചെയ്യേണ്ടതായിട്ടില്ല? ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടില്ലല്ലോ. അപ്പോൾ ഈ മൈനർ ചൈൽഡിൻ്റെ ഇൻകം കൂടി എന്ത് ചെയ്യാം? അസസിക്ക് അസസിയുടെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഇൻകത്തിൽ അസസിയുടെ ഇൻകം കൂടാതെ വേറെ ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ ഇൻകം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. എന്ത് ചെയ്യാണ്? ഇൻകം ക്ലബ് ചെയ്യാണ് അല്ലേ. ഒരു ആളുടെ കൂടെ, ഒരു പേഴ്സൻ്റെ ഇൻകത്തിൻ്റെ കൂടെ വേറൊരു പേഴ്സൻ്റെ ഇൻകം കൂടി എന്ത് ചെയ്യാണ്? ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ക്ലബ് ചെയ്യുന്നതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് സെറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്യാപിറ്റൽ ലോസ് വന്നു എന്ന് വിചാരിക്കുക. ഒരു അസസിക്ക് എന്ത് വന്നു? ക്യാപിറ്റൽ ആയിട്ടുള്ള ലോസസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം, അതിനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അസസിക്ക് എന്ത് വരാം? ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ലോസും വരാം, ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ലോസും വരാം. എന്തൊക്കെ വരാം? ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ലോസും വരാം, ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ലോസും വരാം. ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ലോസ് വന്നു എന്ന് വിചാരിക്കുക. ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ലോസ് വരികയാണെങ്കിൽ എന്തായിട്ട് അതിനെ സെറ്റ് ഓഫ് ചെയ്യാം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എന്ത് ചെയ്യാണ്? നമുക്ക് ഒരു എക്സാമ്പിൾ പറയാണ്. ഞാനൊരു അസസിയാണ്. എനിക്ക് ഈ ഒരു വർഷം എന്ത് വന്നു? ലോങ് ടേം ക്യാപിറ്റൽ ലോസും വന്നു, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും വന്നു. രണ്ടും വന്നിട്ടുണ്ട്. ലോസും വന്നിട്ടുണ്ട്, ഗെയിനും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ലോസിനെ എന്ത് ചെയ്യാം? ഈ ഒരു വന്ന ഗെയിൻ കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും, ഇല്ലാതാക്കാനായിട്ട് പറ്റും. ലോസിനെ ഈ വന്നിട്ടുള്ള ഗെയിൻ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എനിക്ക് എന്ത് വന്നില്ല? ക്യാപിറ്റൽ ഗെയിൻ വന്നില്ല. ക്യാപിറ്റൽ ഗെയിന് പകരം എനിക്ക് സാലറീസിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഈ സാലറീസിലെ ഇൻകം കൊണ്ട് ഈ ഒരു ക്യാപിറ്റൽ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുമോ? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്യാപിറ്റൽ ലോസിനെ, ലോങ് ടേം ക്യാപിറ്റൽ ലോസിനെ എന്തുകൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും വന്നു. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസിനെ എന്തുകൊണ്ടൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ വേറെ ഒരു ഇൻകം കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ലോസസിനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതാണ് ക്യാപിറ്റൽ ലോസസിൻ്റെ കേസിൽ വരുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വേറെ ഒന്നുമില്ല. ഇങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ലോസസ് വന്നാൽ അത് ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും ആ ഒരു ഗെയിൻ വെച്ചിട്ട്, ആ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് വെച്ചിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വേറെ ഒരു ഇൻകംസോ ഗെയിൻസോ വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പ്രൊവിഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ അഗ്രഗേഷൻ ഓഫ് ഇൻകം? എന്താ അഗ്രഗേഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞു ഒരു അസസിക്ക് ടാക്സ് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അസസിയുടെ ടോട്ടൽ ഇൻകം എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ വരുന്ന സാലറീസ്, ക്യാപിറ്റൽ ഗെയിൻ ഇതൊക്കെ എടുക്കും. ഇതൊക്കെ കൂടാതെ കുറച്ച് ഇൻകം കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻകവും ഇൻക്ലൂഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് അസസിയുടെ ടോട്ടൽ
ടോട്ടൽ ഇൻകമായിട്ട് മാറുള്ളൂ. അപ്പോൾ ഏതൊക്കെ ഇൻകമാണ് അതുകൂടി ഇൻക്ലൂഡ് ചെയ്താലാണ് നമ്മൾ അതിനെ അഗ്രഗേഷൻ ഓഫ് ഇൻകം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഇൻകമാണ് ആഡ് ചെയ്യേണ്ടത്? ഷെയർ ഓഫ് മെമ്പർ ഫ്രം ആൻ AOP ഓർ BOI. BOI-നോ AOP-നോ മെമ്പർക്ക് എന്തെങ്കിലും ഷെയർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇൻകത്തിൽ, ടോട്ടൽ ഇൻകത്തിൽ ആഡ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ക്യാഷ് ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അൺറെക്കോർഡഡും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം. അൺറെക്കോർഡഡും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള മണി അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും എമൗണ്ട് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്തിരിക്കണം? ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് അഗ്രഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ്? എന്താണ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരത്തെ ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു അസസിയാണ്. എനിക്ക് ഈ ഒരു വർഷം എന്ത് വന്നു? ക്യാപിറ്റൽ ലോസസ് വന്നു. ക്യാപിറ്റൽ ലോസസ് വന്നു, പക്ഷെ ക്യാപിറ്റൽ ഗെയിൻ വന്നില്ല. എന്ത് വന്നില്ല? ക്യാപിറ്റൽ ലോസസ് വന്നു, ക്യാപിറ്റൽ ഗെയിൻ വന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ക്യാപിറ്റൽ ലോസസിനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, കാരണം ക്യാപിറ്റൽ ഗെയിൻ അവിടെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ വർഷം എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ക്യാപിറ്റൽ ലോസസിനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ ലോസസിനെ ഞാൻ എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് ഇയറിലേക്ക് കൊണ്ടുപോവാണ്. ഈ ഇയറിൽ ഇൻക്വയർ ചെയ്ത ഈ ലോസസിനെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ലോസസിനെ ഞാൻ എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് ഇയറിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ നെക്സ്റ്റ് ഇയറിലേക്ക് എൻ്റെ ലോസസിനെ കൊണ്ടുപോകുന്നതിനെയാണ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഇയറിൽ ഗെയിൻ വരികയാണ്, ക്യാപിറ്റൽ ഗെയിൻ വരികയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ലോസസിനെ സെറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. അതായത് ഈ ഇയറിൽ വന്നിട്ടുള്ള ലോസസിനെ നമുക്ക് ഈ ഇയറിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നെക്സ്റ്റ് ഇയറിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യും. അതിനെയാണ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ാണ് വാട്ട് ഇസ് AMT. AMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ATM എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഫെമിലിയർ ആയിരിക്കും. AMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആണ്. ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് കമ്പനി ഒഴിച്ച്, കമ്പനീനെ കൂട്ടണ്ട, കമ്പനി ഒഴിച്ച് ബാക്കിയുള്ള പേഴ്സൺസ് പേ ചെയ്യേണ്ട ഒരു മിനിമം എമൗണ്ട് ഉണ്ട്. അതായത് കമ്പനി ഒഴിച്ച് ബാക്കി വരുന്ന പേഴ്സൺസ് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ള, പേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മിനിമം എമൗണ്ട് ഓഫ് ടാക്സ് ഉണ്ട്. ആ ഒരു മിനിമം എമൗണ്ട് ഓഫ് ടാക്സിനെയാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് വിളിക്കുന്നത്. കമ്പനി ഒഴിച്ച് ബാക്കിയുള്ള പേഴ്സൺസ് പേ ചെയ്യേണ്ട ഒരു മിനിമം എമൗണ്ട് ഓഫ് ടാക്സ് ഉണ്ട്. ആ മിനിമം എമൗണ്ട് ഓഫ് ടാക്സിനെയാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് STT? STT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. STT എന്താണ്? സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. അതായത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടത്തുമ്പോൾ സെക്യൂരിറ്റീസ് ബൈ ചെയ്യോ സെൽ ചെയ്യോ ചെയ്യാണ്. എന്താണ്? റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് ബൈ ചെയ്യോ സെൽ ചെയ്യോ ചെയ്യുമ്പോൾ ലെവി ചെയ്യുന്ന ടാക്സിനെയാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ സെക്യൂരിറ്റീസ് ബൈ ചെയ്യും സെൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ബൈ ചെയ്യും സെൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ലെവി ചെയ്യേണ്ട, നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ള ആ ഒരു ടാക്സിനെയാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് റിലീഫ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 89? എന്താണ് റിലീഫ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 89 എന്ന് പറയുന്നത്? അതായത് ഞാനൊരു അസസിയാണല്ലോ. അപ്പം ഞാനൊരു അസസിയാണ്. എനിക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്? എനിക്ക് കഴിഞ്ഞ വർഷത്തെ കുറച്ച് സാലറി കിട്ടാനായിട്ടുണ്ട്. ആ സാലറി എനിക്ക് കിട്ടുന്നത് അതെൻ്റെ ഇൻകാണല്ലോ. സാലറി എന്ന് പറയുന്നത് എൻ്റെ ഇൻകാണ്. ആ ഒരു ഇൻകം എനിക്ക് കിട്ടുന്നത് ഈ വർഷമാണെന്ന് വിചാരിക്കുക. എനിക്ക് കഴിഞ്ഞ വർഷം ഓൾറെഡി കിട്ടാനായിട്ടുള്ള ഇൻകായിരുന്നു. അതെനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയില്ല. അതെനിക്ക് കിട്ടുന്നത് ഈ വർഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ക്ലെയിം
ചെയ്യാനായിട്ട് പറ്റും. ആ ക്ലെയിം ചെയ്യുന്നതിനെയാണ് റിലീഫ് അണ്ടർ സെക്ഷൻ 89(1) എന്ന് പറയുന്നത്. അതുപോലെ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്നല്ല, എനിക്ക് ഓൾറെഡി അടുത്ത വർഷം കിട്ടേണ്ട സാലറിയാണ്, അതെനിക്ക് ഓൾറെഡി എന്ത് ചെയ്യാണ്, ഈ വർഷം കിട്ടാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇൻകം, അതായത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വർഷത്തെ ഇൻകം ഈ വർഷമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം എന്നാണ് പറയണേ, റിലീഫ് ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഇൻകംസ് ആണ് അഡ്വാൻസ് സാലറി, അരിയേഴ്സ് ഓഫ് സാലറി, അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് ഫാമിലി പെൻഷൻ, ഗ്രാജുവിറ്റി, ലംസം ഫ്രം URPF ഫണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് ഓൾറെഡി കിട്ടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷമൊക്കെ കിട്ടേണ്ടതാണ്, നമുക്ക് എന്ത് ചെയ്യാണ്, ഈ വർഷം കിട്ടാണ്. അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വർഷം കിട്ടേണ്ട ഇൻകം നമുക്ക് നമ്മുടെ ഈ വർഷത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് റിലീഫ് അണ്ടർ സെക്ഷൻ 89(1) ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതിനെയാണ് റിലീഫ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 89 എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഈസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. എന്താ റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ അസസിയുടെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സെർട്ടൈൻ ഇൻകംസിൻ്റെ പുറമെ നമുക്ക് റിബേറ്റ് ഓഫ് ഇൻകം ചെയ്യാനായിട്ട് അലോ ചെയ്യാനായിട്ട് പറ്റും. ഈ റിബേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നതാ. അതായത് ചില അസസിയുടെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സെർട്ടൈൻ ഇൻകംസിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് റിബേറ്റ് അലോ ചെയ്യും. ഈ പറയുന്ന റിബേറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ടാക്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെയാണ്, അതായത് എന്തെങ്കിലും ഷെയർ ഓഫ് ഇൻകം നമുക്ക് AOPന്നോ BOIന്നോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ റിബേറ്റ് കൊടുക്കാം. അവിടെ റിബേറ്റ് എങ്ങനെയാണ് കൊടുക്കുക, ആ ഷെയർ കിട്ടിയത് ഇൻറ്റു ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതായത് ഷെയർ കിട്ടിയത് ഇൻറ്റു ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് റിബേറ്റ് ആയിട്ട് എടുക്കാം. ആ റിബേറ്റിന് നമുക്ക് നമ്മുടെ ടാക്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ, ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ പേ ചെയ്താൽ മതി. അതുപോലെ പിന്നെ നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻകം 3,50,000 താഴെയാണ്, 3,50,000 കൂടുതൽ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റിബേറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 2,500 ആയിരിക്കും, അല്ലെങ്കിൽ ടാക്സ് ഓൺ ഇൻകം, ടോട്ടൽ ഇൻകം ഏതാണോ ലെസ്, അതായത് ഏതാണോ ലോവർ, അത് നമ്മൾ റിബേറ്റ് ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടാക്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ അസസ് ചെയ്യാം, എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് 3,50,000 താഴെയാണ് എൻ്റെ ടോട്ടൽ ഇൻകം വന്നത്, അതിനേക്കാളും കൂടുതൽ എനിക്ക് ടോട്ടൽ ഇൻകം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, റിബേറ്റ് ക്ലെയിം ചെയ്യാം. ഒന്നെങ്കിൽ 2,500 എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ടോട്ടൽ ഇൻകം കണ്ടിട്ട് ടാക്സ് ഞാൻ കണ്ടുപിടിക്കുകയാണ്, ഇതിലേതാണോ കുറവ് അതെനിക്ക് റിബേറ്റ് ആയിട്ട് എടുത്തിട്ട് എൻ്റെ ടാക്സിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എനിക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ റിബേറ്റ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് സെറ്റ് ഓഫ് ലോസസ്. ഇത് ആദ്യം പറയേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെയിം ഇയറിൽ നമുക്ക് വന്നിട്ടുള്ള ലോസസിനെ നമ്മൾ ആ ഇയറിലെ തന്നെ ഇൻകത്തിനെ കൊണ്ട് എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. എന്താണ്, സെയിം ഇയറിൽ വന്നിട്ടുള്ള ലോസസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഇയറിൽ നമുക്ക് വന്നിട്ടുള്ള ഇൻകം കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഇസ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. നമ്മൾ പറഞ്ഞു 5 ഹെഡ്സ് ഓഫ് ഇൻകം ഒക്കെ ഉണ്ടെന്ന്. ആ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ അഗ്രഗേറ്റ് എടുക്കുക. അതിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ട്, 80C to 80U. അത് നമ്മൾ പിന്നെ പഠിക്കും ഏതൊക്കെ ഡിഡക്ഷൻ ആണെന്നുള്ളത്. അപ്പം നമ്മുടെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ കണ്ടുപിടിക്കുന്ന ആ ഒരു ഇൻകത്തിനെയാണ് ടാക്സബിൾ ഇൻകം. അതിൻ്റെ പുറമേ ആയിരിക്കും നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്, അസസി ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ അഗ്രഗേറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മുടെ ഡിഡക്ഷൻസ് ആയിട്ടുള്ള 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന ആ ഒരു എമൗണ്ടിൻ്റെ പുറത്തായിരിക്കും നമ്മുടെ അസസി എന്ത് ചെയ്യേണ്ടതായിട്ട് വരിക, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. ആ ഒരു ടാക്സബിൾ ഇൻകത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് സജഷൻസും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട് അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.